Hello guys, welcome back to my YouTube channel. So let's get straight to the video. So ഇന്ന് നമ്മൾ എവിടെ പോവാണെന്നോ? യെസ്, ഞാൻ എൻ്റെ ചേട്ടൻ്റെ അടുത്തേക്ക് പോവാണ്. സോ ഇനി 2 ദിവസം അവിടെ ആയിരിക്കും. Don't know what exactly will be this video, but let's see. നമുക്ക് 12 മണിക്കാണ് ട്രെയിൻ. അപ്പം 11:30 സോ ഞാൻ എന്തായാലും റെഡി ആയി കഴിഞ്ഞു. സോ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആൻഡ് ഒടുക്കത്തെ കാറ്റാണ്. കാറ്റ് കാരണം മുടിയൊക്കെ ഒരുമാതിരി പ്രേതം പോലെ ഇരിക്കുന്നു. ഇനി നമുക്ക് കടയിൽ കയറണം, മിഠായി വാങ്ങണം. ലെറ്റ്സ് ഗോ. നമ്മൾ കടയിൽ എത്തി ഗൈസ്. നമുക്കിതിൻ്റെ ഉള്ളിൽ കയറി ലെറ്റ്സ് ബൈ സംതിങ്. അവനെ ഞാൻ കണ്ടിട്ട് കുറേ നാളായി. സോ അവൻ എന്താ ഇഷ്ടമുള്ളതെന്ന് എൻ്റെ അമ്മേൻ്റെ മുരുകട്ട് പേടിയായി. അവൻ എന്താ ഇഷ്ടമുള്ളതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ചോക്ലേറ്റ് ഒക്കെ പിള്ളേർക്ക് ഇഷ്ടമാണല്ലോ. നമ്മൾ മിഠായി വാങ്ങി. പക്ഷെ മിഠായി ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ ചേട്ടനാണ്. കൊച്ചു കഴിക്കുമോ ചേട്ടൻ കഴിക്കുമോ എന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ കണ്ടറിയും. ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷൻ. ലെറ്റ്സ് ഗോ. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി. പ്രത്യേകിച്ച് വലിയ തിരക്കൊന്നുമില്ല. ആൻഡ് നമ്മൾ ഏർലി ആണ് ഗൈസ്. എഗെയിൻ ഇറ്റ്സ് ഫൈൻ. നമ്മുടെ ട്രെയിൻ എത്തി ഗൈസ്. ഗൈസ്, എൻ്റെ മൈക്കിൻ്റെ മാഗ്നറ്റിക് ബട്ടൺ പോയി ഗൈസ്. അതാ ട്രെയിനിൽ എവിടെയോ താഴ്ചാടിപ്പോയെന്ന് തോന്നുന്നു. ഓ ഗോഡ്, സങ്കടമായി. നമ്മളെന്തായാലും ഇവിടെ എത്തി, നമ്മുടെ ലൊക്കേഷൻ എത്തി. ഇനി എൻ്റെ ചേട്ടന് വേണ്ടി വല്ല വെയിറ്റിംഗ് ആണ്. ലെറ്റ്സ് വെയിറ്റ്. നമ്മൾ വീടെത്തി. ലെറ്റ്സ് റിലാക്സ്. നമ്മുടെ ആരു സ്കൂളിൽ പോയിരിക്കുകയാണ്. സോ അവനിവിടെ ഇപ്പം ഇല്ല. ആൻഡ് ഇവിടെ നല്ല മഴയും കാറ്റും. ഷെഫീൽഡിലാണെങ്കിൽ നല്ല വെയിലായിരുന്നു, ഇവിടെ നല്ല മഴയും. ആൻഡ് എൻ്റെ ചേട്ടന് പനി പിടിച്ചു, വയ്യാണ്ടിരിക്കുകയാണ്. രായി പറഞ്ഞേരെ, ഞങ്ങൾ കൊച്ചിനെ വിളിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഗേറ്റ് തുറന്നിട്ടില്ല. അവനെന്നെ കാണുമ്പോൾ മനസ്സിലാവൂല്ലോ എന്നാണ്. ഞാൻ ഒളിച്ചു നിൽക്കാണ് ഗൈസ്. അവനെന്നെ കണ്ട മനസ്സിലാവൂന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ആരോ വീണുമേമ മനസ്സിലായല്ലേ? ഇതാരാ? നാണം വന്നോ? ബുക്കാണോ? ഒരു ബുക്ക് കൂടെ ഉണ്ട്. ഓ, കൊറേ ബുക്ക് ഉണ്ടല്ലോ.
എടുത്ത പിന്നെ കാണാൻ പറ്റില്ല. തിരിച്ചു വെക്കട്ടെ. ഇതുമുണ്ട്, ഉണ്ട്, ഇതുമുണ്ട്. കൊച്ചിന് കുറെ ബുക്ക് കിട്ടി ഗൈസ്. ഒരു ഹായ് പറ. ഹായ്. വീട്ടിൽ പോവാം. ആ വീട് എവിടെയാണെന്ന് കാണിച്ചതാ. ഏതാ? ഇതാണോ നമ്മുടെ വീട്? ആഹാ. ഓ ഹൗസ് ഉണ്ടോ? അച്ഛ എവിടെ പോണേ? ബൈ ബൈ പറ. ഹാപ്പി ജേർണി എന്ന് പറ. പോയിട്ട് വരാവേ, അടുത്തേക്ക് വരാവേ. ഓ സൂപ്പറാണല്ലോ. ആ താഴെ കൊള്ളിക്കാതെ. മേമേനെ ബൈക്ക് ഓടിച്ച് കാണിക്കുകയാണ് ഗൈസ്. കാല് നിലത്ത് കൊള്ളിക്കാതെ എന്നെ ഓടിച്ച് കാണിക്കുന്ന പറഞ്ഞ് ബൈക്കൊക്കെ പൊക്കിക്കൊണ്ട് വന്നതാണ്. കൊച്ചു പ്രാണീനെ പിടിക്കുകയാണ് ഗൈസ്. കുഞ്ഞു കുഞ്ഞു വണ്ടിനെയും പ്രാണീനെയും നിരീക്ഷിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ ലേഡി ബഗ്സ് എന്തുകൊണ്ടാണ് കടിക്കാത്തത്? ഓ ലേഡി ബഗ്സിന് ടീത്തില്ല ഗൈസ്, നിങ്ങൾക്കറിയായിരുന്നോ? ഉണ്ട്, പക്ഷേ അത് പെണ്ണാടിനെ മുറിക്കാം, അത് പെണ്ണാടിനെ തോപ്പിക്കാം, എല്ലാം മേടിക്കാം. പക്ഷെ ബീൻ ഹണിയെത്തന്നെ ബീനൊന്ന് കുത്തും. അങ്ങനെ ഈ ഹണി വണ്ണെടുത്ത് കഴിച്ച് ആ ഹണി കുത്തുമ്പം അത് ചീത്ത ഹണിയാ. അങ്ങനെ ആ ഹണി കഴിക്കുമ്പോ ബീസ് തട്ടും. ഓ ഓക്കെ ഓക്കെ. ബീസിട്ട് വരാതിരിക്കണം. ആ ഹണി തിന്നാതിരിക്കാൻ ഈ ഹണി മാത്രം തിന്നത്തുള്ളൂ. ആ ഹണി തിന്നത്ത അത് വേറൊരു ഹണി. ഗൈസ് ഹണി കഴിക്കുന്ന എന്തോ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1 2 I find you. ആ ഉള്ളിലെടുത്ത് സൂക്ഷിച്ചിറങ്ങി വാ. അതൊക്കെ ഇല്ല, മുള്ളൊക്കെ കൊള്ളൂലേ? എന്നെ കണ്ടുപിടിച്ചു. ചൂട് പോട്ടെ. ഊതി ഊതി പതുക്കെ കഴിച്ചാൽ പോകുന്നുണ്ടോ? ആരോ കൊച്ചിനെ കൺട്രോൾ ചെയ്യണോ? അപ്പൊ ഈ എറിഞ്ഞതല്ല ചിക്കൻ കാല്, പിന്നെ കൺട്രോൾ ചെയ്താണോ ആരോ? അതാരാ കൺട്രോൾ ചെയ്തത്? ഞാനൊരു റോബോട്ടുണ്ട്. റോബോട്ട് വെച്ച് അന്നേരം എന്റെ ഒരു നാം ഒരു കൊച്ചിന് സ്കിന്ന് അവന്റെ ഹെയർ എന്റെ പോലാക്കി അവന്റെ സ്കിന്ന് എന്റെ മേത്താക്കി. ഓ ശരി. ടെക്നോളജി ആണല്ലോ, ഹൈടെക് ആണ്. ഉദ്ദേശിച്ചത്. എന്നിട്ട് ആ റോബോട്ട് എന്തേ? ബോട്ടിലോ? ബോർഡിലോ? ബോഡി ബോഡി. റോബോട്ട് കൊച്ചിന്റെ ബോഡിയിലാണെന്ന്. ഓ അതുകൊണ്ടാണ് കൊച്ചിന് കാലം മൂവിയാൻ പറ്റുന്നേ. ഓ ഓ റോബോട്ട് കൊച്ചിന്റെ മേത്തുള്ളതുകൊണ്ടാണ് കൊച്ചിനെ അനക്കാൻ പറ്റുന്നല്ലേ. സൂപ്പർ. നമുക്ക് പുറത്തു പോവാം ഗൈസ്. ഹായ് പറഞ്ഞു. ഹായ്. ഹായ്. നമ്മളെവിടെ പോണേ? ഷോപ്പിങ്ങിന് പോകണോ? ലെറ്റ്സ് ഗോ. യെസ്. ബൈ ബൈ. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ട് വരാമെന്ന് പറ. ഷോപ്പിങ്ങിന് പോയിട്ടോ? ഓക്കെ.
അതിനതാ വെച്ചേ എന്താ കുഞ്ഞത്? എലിഫന്റ് പ്ലാന്റ്സ്. ഇത് elephant trunk പോലെ അല്ല, അതുകൊണ്ട് elephant trunk എന്ന് പറയും. ഓക്കെ. ആസ്പരാഗസ് വേണം ഇതിന്.